ഇവർക്ക് ഈ ബജറ്റ് പ്രഖ്യാപനത്തെക്കുറിച്ച് ഒരു എ-ബി-സിയും അറിയില്ലായിരുന്നു. കേരളത്തെക്കുറിച്ച് ഒരു വാചകവും അതിൽ പറയാൻ പോകുന്നില്ല. അത്ര പോലും ധാരണയില്ലാത്ത നേതാക്കളാണ് കേരളത്തിൽ ബി.ജെ.പി നയിക്കുന്നത്. നിങ്ങളുടെ ഭൂപടത്തിൽ കേരളം എന്ന സംസ്ഥാനമില്ലേ എന്ന രാഷ്ട്രീയമായൊരു ചോദ്യം മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. ഈ ശ്രീധരൻ ഒരു പ്രൊജക്ട് വെക്കുന്നു, കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അത് അംഗീകരിച്ചു എന്ന് നോക്കിയാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാതെ എവിടെയാണ് ഇവർ ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നത്? അദ്ദേഹം പറയുന്നത് റെയിൽവേ മന്ത്രി എന്നോട് പേഴ്സണലി പറഞ്ഞു. റെയിൽവേ മന്ത്രി വ്യക്തിപരമായി പറയുന്ന ഒരു പ്രോജക്റ്റ് അല്ലല്ലോ ഇത്. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവുമായും അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായും കേരളത്തിലെ ബി.ജെ.പി ഘടകത്തിനുള്ള ഡിസ്കണക്ട് വളരെ വളരെ പ്രകടമാകുന്ന ആവർത്തിച്ചുള്ള ഉദാഹരണങ്ങളാണ് ഈ സംഭവിക്കുന്നത്. ജോയിന്റ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അവതരിപ്പിച്ചതിന് തൊട്ട് പിറകെ തന്നെ ബജറ്റിൽ കേരളം വലിയ തോതിൽ തഴയപ്പെട്ടു, അവഗണിക്കപ്പെട്ടു. കേരളം എന്നുള്ളൊരു പ്രദേശം പോലും ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന തോന്നൽ ഈ ബജറ്റ് ഉണ്ടാക്കുന്നില്ല എന്ന നിലയ്ക്കുള്ള വലിയ വിമർശനം കേരളത്തിൽ ഉയർന്നു. അതിൻ്റെ പ്രതിഫലനം മാധ്യമങ്ങളിലുണ്ടായി, ഇന്നിറങ്ങിയ പത്രങ്ങളിലൊക്കെ ഉണ്ടായി. പത്രങ്ങൾ വലിയ തോതിൽ കേന്ദ്ര ബജറ്റിനെ അപഹസിക്കുകയോ ട്രോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിൽ തലക്കെട്ടുകൾ എഴുതുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേന്ദ്ര ബജറ്റിലെ കേരളത്തിൻ്റെ പ്രസൻസിനെ അധികരിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബഷീറിന് എന്താ തോന്നുന്നത്? ബഷീർ വിചാരിച്ചിരുന്നു ഈ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ തോതിലുള്ള ഒരു പരിഗണന കിട്ടും എന്നൊക്കെ വിചാരിച്ചിരുന്നു? യഥാർത്ഥത്തിൽ ഈ ബജറ്റ് ഒരു തെരഞ്ഞെടുപ്പ് ഉപകരണമായി തീരും എന്ന പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്തെ ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് ബി.ജെ.പിക്ക് വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് സാന്നിധ്യം അറിയിക്കാൻ പറ്റുകയും ചില മണ്ഡലങ്ങളിൽ ഏതാണ്ട് അവർ ക്ലാസ് തിരിച്ച് ഏതാണ്ട് 30ഓളം മണ്ഡലങ്ങളെടുത്ത് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് ബി.ജെ.പി ഒരുങ്ങുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് പ്രവേശനം ലഭിക്കാനുള്ള ഒരു പിന്തുണ എന്ന മട്ടിൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അനുകൂലമായ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. അതിനുദാഹരണമായി കഴിഞ്ഞ തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളെ മുൻനിർത്തി അന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ, ബജറ്റിൽ ആ സംസ്ഥാനത്തിന് നൽകിയ മുന്തിയ പരിഗണന, ഇതെല്ലാം കണക്കിലെടുത്ത് കേരളത്തിനും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുകയും അത് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. രണ്ട് തരത്തിലാണ്. ഒന്ന്, സംസ്ഥാനത്തെ രണ്ട് മുന്നണികൾ, പ്രത്യേകിച്ചും ഇടത് വലത് മുന്നണി UDF-ഉം LDF-ഉം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്ന നിലയിൽ ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ബി.ജെ.പി ആകട്ടെ അവർക്ക് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കാവുന്ന വിധത്തിലുള്ള പ്രോമിസിംഗ് ആയ പ്രഖ്യാപനങ്ങൾ ഇതിലുണ്ടാകും എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അതല്ല വരാൻ പോകുന്നു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റും ഇന്നലെ മുരളീധരനും ഒക്കെ പാർട്ടി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോടൊപ്പം ഇതാ കാണൂ കേരളത്തിന് ഞങ്ങൾ നൽകാൻ പോകുന്ന വാഗ്ദാനങ്ങൾ എന്ന മട്ടിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ കാണാനിരിക്കുന്നത് പോലെ ബി.ജെ.പി ഓഫീസിൽ ബജറ്റ് കാണാൻ നേതാക്കൾ ഒരുമിച്ചിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ തീർത്തും നിരാശാജനകമായിരുന്നു അതിന്റെ ഫലം. അപ്പോൾ ഒരു രാഷ്ട്രീയ ഉപകരണം എന്ന നിലയിൽ ബജറ്റ് പ്രഖ്യാപനം നടക്കും എന്നത് പരാജയം. അതായത് ഈ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റും മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ, പഴയ കേന്ദ്രമന്ത്രി, ഇപ്പോൾ അദ്ദേഹം MP ആണോ എന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അദ്ദേഹം MP ആയി തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ ഇരുന്ന് ഈ ബജറ്റ് കാണാൻ തീരുമാനിക്കുമ്പോൾ ഇവർക്ക് ഈ ബജറ്റ് പ്രഖ്യാപനത്തെക്കുറിച്ച് ഒരു എ-ബി-സിയും അറിയില്ലായിരുന്നു. കേരളത്തെക്കുറിച്ച് ഒരു വാചകവും അതിൽ പറയാൻ പോകുന്നില്ല. അത്ര പോലും ധാരണയില്ലാത്ത നേതാക്കളാണ് കേരളത്തിൽ ബി.ജെ.പി നയിക്കുന്നത് എന്ന് വളരെ എക്സ്പ്ലിസിറ്റ് ആവും. നമ്മൾ കഴിഞ്ഞൊരു ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഡിസ്കഷനിൽ പറഞ്ഞതുപോലെ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവുമായും അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായും കേരളത്തിലെ ബി.ജെ.പി ഘടകത്തിനുള്ള ഡിസ്കണക്ട് വളരെ വളരെ പ്രകടമാകുന്ന ആവർത്തിച്ചുള്ള ഉദാഹരണങ്ങളാണ് ഈ സംഭവിക്കുന്നത്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ രാജീവ് പറഞ്ഞ പോലെ അവർ ബജറ്റ് കേൾക്കാനിരുന്നത്. ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ മോഡി തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വന്നു പോകുമ്പോൾ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ റെയിലിൻ്റെ കാര്യത്തിലൊക്കെ അന്ന് തന്നെ വലിയ തോതിലുള്ള പ്രചാരണം നടന്നു. തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്
വലിയ തോതിലുള്ള ഇൻപുട്ട് BJPയുടെ ഭാഗത്തു നിന്ന് കൊടുക്കുകയും വലിയ പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്ന് പറയുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന് പിന്നാലെ കേരളം പിടിച്ചെടുക്കാനുള്ള വലിയ വാഗ്ദാനങ്ങളുമായാണ് മോഡി വരാൻ പോകുന്നത്. ഇനി തിരുവനന്തപുരത്തിൻ്റെ വികസനവും ഒരുപക്ഷെ കേരളത്തിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളും മോഡിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കും എന്ന വാഗ്ദാനം വരെ കഴിഞ്ഞ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു ലാഞ്ചനയും കാണാത്ത വിധത്തിലാണ് ഈ ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളെ സാധാരണഗതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ പോലും കേരളത്തെ പരിഗണിച്ചില്ല, തമിഴ്നാടിനെയും ആ വിധത്തിൽ പരിഗണിച്ചില്ല എന്ന് വേണം. അതിലൊരു കൗതുകം എനിക്ക് തോന്നിയത്, ഇപ്പോൾ ബീഹാറിന്റെ കാര്യം ബഷീർ സൂചിപ്പിച്ചല്ലോ. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ 2025 നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്നത് 2025 ഫെബ്രുവരിയിലാണ്. അപ്പോൾ ആ ബജറ്റിൽ ഈ ബീഹാറിന് സ്പെസിഫിക് ആയിട്ട് വലിയ പദ്ധതികളുണ്ട്. വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു. അത് വലിയ പദ്ധതികൾ എന്ന് പറയുമ്പോൾ 26,000 കോടി രൂപയുടെ റോഡ് പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചു, 21,400 കോടി രൂപയുടെ പവർ പ്ലാന്റ് പ്രഖ്യാപിച്ചു, 11,150 കോടി രൂപയുടെ ജലസേചന വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇത് ഞാൻ എന്താ പറയുക, വലിയ എമൗണ്ട് ഉള്ള പദ്ധതികൾ നീലം കൃഷിക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ. പിന്നെ ചില പുതിയ ഈ ബോധ്ഗയയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടെമ്പിൾ കോറിഡോറുകൾ പ്രഖ്യാപിച്ചു. അങ്ങനെ തുടങ്ങി വലിയ പ്രഖ്യാപനങ്ങൾ ബീഹാറിൻ്റെ കാര്യത്തിൽ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് ബീഹാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ലീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ BJP സഖ്യകക്ഷി ആയുള്ള മുന്നണിക്ക് പിടിക്കണം എന്ന ഉദ്ദേശം വളരെ സ്പെസിഫിക് ആയിരുന്നു ആ ബജറ്റിൽ. കേരളത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും BJP കേന്ദ്ര ലീഡർഷിപ്പിന് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ കേരളത്തിൽ BJP നേതാക്കൾ അവകാശപ്പെടുന്നത് പോലൊരു പെർഫോമൻസ് ഒന്നും കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യ ബോധം കേന്ദ്ര നേതൃത്വത്തിനും കേന്ദ്ര സർക്കാരിനും ഉണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ ഈ ബജറ്റിൽ നിന്ന്. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും, അതായത് BJP നേതാക്കൾ തന്നെ പിച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ കാലമായിട്ട്, അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ആളുകൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എയിംസ് വരും എന്ന് അദ്ദേഹം ദീർഘകാലമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയായ സമയം മുതൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിനെക്കുറിച്ചൊരു മെൻഷൻ പോലും ഈ ബജറ്റിൽ ഉണ്ടായില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അതായത് BJPക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബജറ്റ്. അങ്ങനെയാണോ ഈ ബജറ്റിനെ തന്നെ തെരഞ്ഞെടുപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കപ്പെട്ടതാണോ? ബംഗാളിന്റെയും അസമിന്റെയും കാര്യത്തിൽ ബജറ്റ് ഏത് തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത്? ബംഗാളിനും കേരളത്തിൽ നിന്ന് ഭിന്നമായിട്ട് വലിയ പ്രോജക്റ്റൊന്നും ബംഗാളിൽ പ്രഖ്യാപിച്ചായിട്ട് കാണുന്നില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, ഒരു അതിവേഗ റെയിൽ കേരളത്തിന് വരും എന്ന് വലിയ തോതിൽ പ്രഖ്യാപിച്ചിരുന്ന അതിവേഗ റെയിൽ പലതും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്ന് ബംഗാളിൽ തുടങ്ങി അല്ലെങ്കിൽ ബംഗാളിൽ അവസാനിക്കുന്നതാണ്. അതായത് വാരണാസിയിൽ തുടങ്ങി, പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ തുടങ്ങി ബംഗാളിലെ സിലിഗുരിയിൽ അവസാനിക്കുന്ന ഒരു അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചരക്കിടനാഴി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഡാങ്കുനിയിൽ തുടങ്ങി ഗുജറാത്തിലെ സൂറത്തിൽ അവസാനിക്കുന്നതാണ്. ഇത് ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് വാരണാസിയാണ്, ഒന്ന് ഗുജറാത്തിലെ സൂറത്താണ്. അപ്പോൾ ഇവിടുന്നുള്ള ഒന്ന് അതിവേഗ റെയിലാണ്, ഒന്ന് ഒരു ചരക്കിടനാഴി പ്രഖ്യാപിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ദുർഗാപൂർ, വെസ്റ്റ് ബംഗാളിലെ ദുർഗാപൂർ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പദ്ധതികൾ, അതിനൊരു പ്രത്യേക മിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ സഹായം, കാരണം ജൂട്ട്, ബംഗാളിൽ വലിയ തോതിൽ ജൂട്ട് കൊണ്ടുള്ള തുണി ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് വിപണനം ചെയ്യുന്ന സംസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം ബംഗാളിന് കിട്ടിയേക്കും എന്ന് പറയുന്നുണ്ട്. ഇതല്ലാതെ ബംഗാൾ സ്പെസിഫിക് ആയിട്ടല്ല ബംഗാളിനെ വലിയ തോതിൽ ഫോക്കസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അസമിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അസമിൻ്റെ കാര്യത്തിൽ അസമിലെ എലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള കൃത്യമായ പൊളിറ്റിക്കൽ മോട്ടിവേഷനോടുകൂടിയുള്ള പ്രഖ്യാപനങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും. ഉൾഫ റീഹാബിലിറ്റേഷൻ പാക്കേജ് എന്തുകൊണ്ട് ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഉൾഫയുടെ ഒരു വിഭാഗവുമായിട്ട് കേന്ദ്ര സർക്കാർ സമാധാന കരാർ ഒപ്പിടുന്നത് 2023-ലാണ്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് സമാധാന കരാറിൽ ഒപ്പിടുന്നത്. ആ സമാധാന കരാറിൻ്റെ ഭാഗമായി തന്നെ ഈ ഫണ്ട് അനുവദിക്കുന്ന കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഏത് രീതിയിലുള്ള ഫണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം 2 ബജറ്റുകൾ കടന്നുപോയി.
ആ ബജറ്റുകളിലൊന്നും ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ ഉൾഫയ്ക്ക് വേണ്ടി അടുത്ത 5 വർഷത്തേക്ക് 5000 കോടി രൂപ ഉൾഫയിൽ നിന്ന് ആയുധം വെച്ച് കീഴടങ്ങിയ പഴയ ഉൾഫ പോരാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സസ്റ്റൈനബിൾ ആയിട്ടുള്ള റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റാണത്. അതിന് 5000 കോടി രൂപ 5 വർഷത്തേക്ക് വെക്കുന്നു. ഈ വർഷം തന്നെ 500 കോടി രൂപ ഈ വർഷം അലോക്കേറ്റ് ചെയ്യും എന്ന് പറയുന്നു. അസമിലെ തെരഞ്ഞെടുപ്പിനെ അതേത് വിധത്തിലായിരിക്കും സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അതുപോലെ ബോഡോലാൻഡിന് വേണ്ടിയിട്ട് ബോഡോലാൻഡ് കൗൺസിലിന് വേണ്ടിയിട്ട് 150 കോടി വയ്ക്കുന്നു. അതുപോലെ ആ മേഖലയിലുള്ള ആദിവാസികളുടെ വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായിട്ട് 75 കോടി രൂപ വേറെ വയ്ക്കുന്നു. ഇതവിടെ വെക്കുന്നതുകൊണ്ട് വേറെ ചുരുക്കത്തിൽ അസമിനും ബംഗാളിനും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള അലോക്കേഷൻസ് ഉണ്ട് എന്ന് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ബംഗാളിന് വേണമെങ്കിൽ പറയാം. അസാമിനെ സംബന്ധിച്ച് സ്പെസിഫിക് ആയി പറയാം, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അലോക്കേഷൻ അസാമിന് കൃത്യമായി കിട്ടും. എന്നാൽ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും കാര്യത്തിൽ അവർക്ക് ആ പ്രതീക്ഷയില്ല. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും കാര്യത്തിൽ ആ പ്രതീക്ഷയില്ല. പക്ഷേ തമിഴ്നാട് ഒറിജിനേറ്റ് ചെയ്യുകയും കർണാടകയിലും ഹൈദരാബാദിലും അവസാനിക്കുകയും ചെയ്യുന്ന 2 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹൈദരാബാദിലാണ് അവസാനിക്കുന്നത്, ഒന്ന് ബാംഗ്ലൂരാണ് അവസാനിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാ ഗുണം മലയാളികൾക്കും കിട്ടില്ലേ എന്ന് മാത്രമാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. പക്ഷേ ഇത് അനുവദിക്കുമ്പോൾ അവർ തമിഴ്നാട് മാത്രമല്ല ലക്ഷ്യമിടുന്നത്, കർണാടകത്തിൽ അവർക്ക് സ്റ്റേക്ക് ഉള്ളതാണ്. അപ്പോൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രഖ്യാപിക്കുന്ന പദ്ധതിക്ക് തമിഴ്നാട് മാത്രമല്ല കർണാടകമാണ് ശരിക്കും അവരുടെ ഫോക്കസ്. അതുപോലെ ചെന്നൈ ഹൈദരാബാദ് പ്രഖ്യാപിക്കുമ്പോൾ ചെന്നൈയേക്കാൾ കൂടുതൽ ഹൈദരാബാദിനാണ് അവരുടെ ഫോക്കസ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതൊഴിച്ചാൽ തമിഴ്നാട് സ്പെസിഫിക് ആയിട്ട് വലിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ ബാംഗ്ലൂരും ഹൈദരാബാദും ചെന്നൈയിലൊക്കെ ഒരുപാട് മലയാളികളുണ്ടല്ലോ. അപ്പോൾ ഈ പ്രഖ്യാപനത്തിന്റെ ഗുണം മലയാളികൾക്കും കിട്ടുമല്ലോ എന്ന് അവഗണന എന്നതിനേക്കാൾ തെരഞ്ഞുപിടിച്ചുള്ള വിവേചനം എന്ന് തോന്നാവുന്ന തരത്തിലാണ് കേരളത്തോട് പെരുമാറിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏതാണ്ട് 29 ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ലഘൂകരിക്കാനുള്ള പദ്ധതിക്ക് വലിയ പാക്കേജ് ചോദിച്ചിരുന്നു. വയനാട് റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് പുതിയ പാക്കേജ് ചോദിച്ചിരുന്നു. ഏതാണ്ട് 21,000 കോടി രൂപയുടെ ഒരു പാക്കേജ് തന്നെ കേരളം ആവശ്യപ്പെട്ടിരുന്നു. ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന സർക്കാർ വേണ്ട വിധത്തിൽ ഒരുങ്ങിയില്ല, അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് വേണ്ട വിധത്തിൽ സംസ്ഥാനം അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയില്ല, കേരളം ചോദിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ നടത്താത്തത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെ കേരളത്തിൻ്റെ കാര്യത്തിൽ ഇത്തവണ പറയാൻ കഴിയില്ല. വളരെ കാര്യമായി ആലോചിച്ച് കേന്ദ്രത്തിന് മുമ്പിൽ പദ്ധതികൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള പരിഗണനയും കേരളത്തിന് അക്കാര്യത്തിൽ ലഭിച്ചില്ല എന്നതിനർത്ഥം രാഷ്ട്രീയമായി അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ കേരളത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കേണ്ടതില്ല, അവിടേക്ക് തിരിഞ്ഞു നോക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്ന തരത്തിൽ കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ദേശീയ BJP നേതൃത്വവും എത്തിയിട്ടുണ്ടോ എന്ന് തോന്നുന്ന വിധത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഡെലിബറേറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴേ വേറൊരു കാര്യം, ഇപ്പോൾ ബീഹാറിന്റെ 2024-25 ബജറ്റിലെ കാര്യം പറഞ്ഞുള്ളൂ. അതിൽ 11,150 കോടി രൂപയാണ് ഈ ജലസേചനം, വെള്ളപ്പൊക്ക നിവാരണം ഇതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ഇപ്പോൾ ബീഹാറിലെ പോലെയുള്ള വലിയ പ്രകൃതിക്ഷോഭങ്ങൾ കേരളം അഭിമുഖീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. പക്ഷേ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ കേരളം അനുഭവിക്കുന്ന വലിയ പ്രകൃതിക്ഷോഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2018 2019 അതിന് ശേഷമുള്ള തുടർച്ചയായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളുടെ കഥകൾ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ വർഷം വയനാട്ടിലുണ്ടായ വലിയ പ്രകൃതിക്ഷോഭം നമ്മൾ കണ്ടു. ഇതൊക്കെ മുന്നിൽ നിൽക്കെ ബീഹാറിലേതിന് സമാനമായിട്ട് വേണ്ട, പക്ഷേ ആനുപാതികമായിട്ടുള്ള ഒരു റിലീഫ് പാക്കേജെങ്കിലും കേന്ദ്രത്തിന് അനുവദിക്കാമല്ലോ, അതേക്കുറിച്ചുള്ള ചിന്ത പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അതായത് കേരളത്തെ ഇഗ്നോർ ചെയ്താൽ മതി, അല്ലെങ്കിൽ കേരളത്തെ അവഗണിക്കുക എന്ന് പറയുന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിളായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നത് വരെ കേരളത്തിലെ BJP നേതൃത്വത്തിന് അവരുടെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധമില്ലായ്മ, കമ്മ്യൂണിക്കേഷൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് അതിനൊരു പരിഹാരമാകും. ഇനി അങ്ങോട്ട് സിങ്ക്രണൈസ്ഡ് ആയ വർക്കുണ്ടാകും കേന്ദ്ര നേതൃത്വവും കേരളത്തിലെ BJPയും തമ്മിൽ എന്നാണ് കരുതപ്പെട്ടത്. പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും വലിയ തരത്തിലുള്ള അവഗണനയോ ഡിസ്ക്രിമിനേഷനോ ആണ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലെ അത് ഗവൺമെൻറ് തലത്തിൽ പറയുമ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ കേരളത്തിലെ BJP നേതൃത്വം ഒരു രാഷ്ട്രീയ ആയുധമായി ഈ ബജറ്റിനെ ഉപയോഗപ്പെടുത്തും എന്ന് കരുതുന്നത് തന്നെ പാളിപ്പോകുമ്പോൾ അവിടെ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതേപടി നിലനിൽക്കുന്നു എന്നുകൂടിയല്ലേ അതിനെ വായിക്കേണ്ടത്. അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ
ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ യാഥാർത്ഥ്യം കേന്ദ്ര നേതൃത്വം തിരിച്ചറിയുന്നതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. അതായത് ഇവിടെ വലിയ സ്റ്റേക്കുണ്ട്. ബി.ജെ.പി ഇതാ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറേ മണ്ഡലങ്ങളൊക്കെ ഞങ്ങൾ ജയിക്കാൻ പോവാണ് എന്നൊക്കെയുള്ള കണക്ക് നിരത്തുമ്പോൾ ബി.ജെ.പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണല്ലോ. പിന്നെ സകല വിധത്തിലുള്ള ഏജൻസികളെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഭരണ നേതൃത്വം അവിടെയുണ്ട്. പിന്നെ പല വിധത്തിലുള്ള ഏജൻസികളെ ഉപയോഗിച്ചിട്ടുള്ള സർവേകൾ അവർ നടത്തുന്നുണ്ട്. ഈ സർവേകളിലൊന്നും ഈ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം പറയുന്നതും ഈ റിപ്പോർട്ടുകളും തമ്മിൽ ഒരു ബന്ധവുമില്ലാന്ന് ചിലപ്പോൾ അല്ലെങ്കിൽ ബന്ധമില്ലാന്ന് അവർക്ക് അതോടൊപ്പം ഈ മനസ്സിലായി കാണും. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഉദാഹരണത്തിന് 2020 പോലുള്ള വളരെ മൈന്യൂട്ടായ ഒരു സംഗതിയാണ് അവർക്ക് സ്വന്തം കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. നേതാക്കളുടെ കാര്യമെടുത്താൽ വലിയ എണ്ണം പറഞ്ഞ നേതാക്കളെയൊന്നും തെരഞ്ഞെടുപ്പ് ഘട്ടം എത്തിയിട്ട് പോലും ഒരു ഭാഗത്തുനിന്നും പിടിച്ചെടുക്കാൻ കേരളത്തിലെ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ഉത്തരേന്ത്യൻ കണ്ണിലൂടെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചലനവും ഒരു രാഷ്ട്രീയ ഒരു വെല്ലുവിളിയെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സംസ്ഥാന ഘടകം ഒരുങ്ങേണ്ട വിധത്തിലുള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഒരുക്കങ്ങളും ഇവിടെ സാധിക്കുന്നില്ല എന്നൊരു ഇംപ്രഷനാകാം അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ടുള്ള സ്വാഭാവികമായ അവഗണന കൂടിയാകാം ഇത്. അവിടത്തേക്ക് സമയം മെനക്കെടുത്തുന്നതിൽ കാര്യമില്ല എന്ന ചിന്തയാണോ ഇത്? ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെച്ചാൽ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് ഉപയോഗിക്കാൻ മടിക്കാത്ത ആളുകളാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏത് വിധത്തിലാണെങ്കിലും. അത് വർഗീയത പരത്തിക്കൊണ്ടാണ് വർഗീയത, നുണ പറഞ്ഞുകൊണ്ടാണ് നുണ പറഞ്ഞ്, പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടാണ് പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ട്, പാർട്ടി നേതൃത്വത്തെ ഒന്നാകെ നിയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടല്ലോ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള RSS വോളണ്ടിയേഴ്സിനെ മുഴുവൻ, RSS പ്രചാരകന്മാരെ മുഴുവൻ വെസ്റ്റ് ബംഗാളിലേക്ക് നിയോഗിച്ചുകൊണ്ട് പ്രചാരണം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശേഷിയും കഴിവും ഉള്ളൊരു നേതൃത്വം ഇതിവിടെ വേണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഇവിടെ വലിയ കോൺഫിഡൻസ് ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ അതേസമയം മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ കാര്യങ്ങൾ പിന്നാലെ വരുന്നു എന്നൊരു സൂചന റെയിൽവേ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം നൽകി. അതോടൊപ്പം പൊന്നാനി കേന്ദ്രീകരിച്ച് ശ്രീധരന്റെ നേതൃത്വത്തിൽ ഓഫീസ് തുടങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു. മറ്റൊരു പദ്ധതി ഉണ്ടാകും എന്ന് കരുതാം. എനിക്കത് വളരെ കൗതുകരമായിട്ടോ തോന്നി. അതായത് ഈ ശ്രീധരൻ ഒരു ഓഫീസ് തുറക്കുന്നു, എന്നിട്ട് അദ്ദേഹം അവിടെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ പൊന്നാനി ഓഫീസ്, കേരള ഹൈസ്പീഡ് റെയിൽവേ പ്രോജക്റ്റ് എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ ഈ ശ്രീധരൻ DMRCയുടെ വലിയ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ്. DMRC തുടങ്ങിയ ആളാണ്. ഡൽഹി മെട്രോ റെയിൽ എന്ന് പറയുന്ന വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത ആളാണ്. കൊച്ചി മെട്രോ റെയിൽ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് നേതൃത്വം വഹിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കൊങ്കൺ റെയിൽവേ ഡിസൈൻ ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ്. ഇതൊക്കെ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ് നമ്മൾ അംഗീകരിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിൽ അയാളുടെ ഒരു കഴിവും നമ്മൾ അംഗീകരിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തെയും നമുക്ക് മാനിക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരാൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രഖ്യാപിക്കുന്നു, ഞാനിവിടെ ഓഫീസ് തുടങ്ങും. ഇത് ഇതൊരു എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമുള്ള ഒരു രാജ്യമാണല്ലോ. കേന്ദ്ര സർക്കാരുണ്ട്, സംസ്ഥാന സർക്കാരുണ്ട്. ഇവരൊക്കെ ഡിസൈൻ ചെയ്യണമല്ലോ. അല്ലാതെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സ്വയം ഒരു ഓഫീസ് തുടങ്ങാൻ പറ്റുക? ഈ ഓഫീസാണ് ഇനി ഈ പ്രോജക്റ്റിൻ്റെ ഓഫീസ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുക, അതിൻ്റെ ഉദ്ഘാടനം നടത്തുക, ആ ഉദ്ഘാടനത്തിന് വലിയ തോതിലുള്ള പ്രചരണം കിട്ടുക. ഇതൊക്കെ ഏത് രാജ്യത്ത് എന്റെ നടക്കുന്ന കാര്യം? സംശയം മറ്റൊരു വഴിയിൽ വേറൊരു പാരലലായ ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന് കുറച്ചുകൂടി അടുത്തെത്തുമ്പോൾ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയുമോ കേരളത്തിലെ കാര്യത്തിൽ? എങ്ങനെ പ്രഖ്യാപിച്ചാലും സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഒരു പ്രോജക്റ്റും, ഒരു അതിവേഗ റെയിൽ പ്രോജക്റ്റും കേരളത്തിൽ പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വസ്തുത നമ്മളുടെ മുമ്പിലുണ്ടല്ലോ. കാരണം വെച്ചാൽ ഈ പ്രോജക്റ്റ് നടപ്പാക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വേണമല്ലോ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ. നമ്മുടെ മുമ്പിൽ ദേശീയപാത അതോറിറ്റി ഇപ്പോൾ കേരളത്തിൽ ദേശീയപാത നടപ്പാക്കുന്നുണ്ടല്ലോ. ദേശീയപാത നടപ്പാക്കണമെങ്കിൽ കേരളം മുന്നിട്ടിറങ്ങി ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണമായിരുന്നു. ആ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തതിന് ശേഷമാണ് ദേശീയപാത കേരളത്തിൽ നടപ്പാക്കുന്നത്. അതിവേഗ റെയിൽ പ്രോജക്റ്റ് വരണമെങ്കിലും ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണമെങ്കിൽ അത് സംസ്ഥാന സർക്കാർ ചെയ്യണമല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാണല്ലോ. പിന്നെ ഈ പറയുന്ന പ്രോജക്റ്റുകൾ, ഇപ്പോൾ അതിവേഗ റെയിൽ പ്രോജക്റ്റ് പലയിടത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപിച്ച പ്രൊജക്റ്റുകളുടെ നടപ്പാക്കലിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്, ചെന്നൈ, ബാംഗ്ലൂർ കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, കർണാടക സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്നുള്ളത് പിന്നീട് ഒരു പക്ഷേ വന്നേക്കാം. അതുപോലെ തന്നെയായിരിക്കും കേരളത്തിലും വരാൻ പോകുന്നത്. 51% ഞങ്ങൾ മുടക്കാം എന്ന് ചിലപ്പോൾ റെയിൽവേ പറഞ്ഞാൽ 49% മുടക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് വേണ്ടി വരില്ലേ? അല്ലാതെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് നടപ്പാക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കണം. അതൊക്കെയാണ് ശ്രീധരൻ മനസ്സിൽ കാണുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ ആര് വരും? ഈ ശ്രീധരൻ ഒരു പ്രൊജക്റ്റ് വെക്കുന്നു, കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അത് അംഗീകരിച്ചു എന്ന് നോക്കിയാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാതെ എവിടെയാണ് ഇവർ ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നത്? അപ്പോൾ ഇത് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക്
ഒരു തരത്തിലും അദ്ദേഹം പറയുന്നത് റെയിൽവേ മന്ത്രി എന്നോട് പേഴ്സണലി പറഞ്ഞു. റെയിൽവേ മന്ത്രി വ്യക്തിപരമായി പറയുന്ന ഒരു പ്രോജക്റ്റ് അല്ലല്ലോ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ റെയിൽവേ മിനിസ്റ്ററുടെ ഒരു പ്രോജക്റ്റ് ആണല്ലോ. അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ എങ്ങനെയാണ് അദ്ദേഹം ഓഫീസ് തുറക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ബി.ജെ.പി. നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം, അത് വളരെ ഫീബിളായ ഒരു വിശദീകരണമാണ്. ഈ നികുതി വിഹിതത്തിൽ 16ാം ഫിനാൻസ് കമ്മീഷന്റെ നികുതി വിഹിതത്തിൽ വർധനവുണ്ടായിരിക്കുന്നു, അതുകൊണ്ട് ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യപ്പെടും, സ്ഥായിയായ വികസനം ലക്ഷ്യമിട്ടുള്ളതാണ് എന്നത്. അത്തരത്തിലുള്ള അത് ഏതെങ്കിലും രീതിയിൽ ജനങ്ങളെ കൺവിൻസ് ചെയ്യാവുന്ന ഒരു വിശദീകരണമായി കരുതാൻ പറ്റുമോ? അല്ല, അത് തന്നെയും ഭയങ്കര ഫൂളിഷാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15th ഫിനാൻസ് കമ്മീഷൻ കഴിഞ്ഞ് 16th ഫിനാൻസ് കമ്മീഷൻ വന്നു. ഈ വർഷം മുതൽ അങ്ങോട്ടാണ് ഇംപ്ലിമെന്റ് ഈ ചെയ്യുന്നത്. വർഷം മുതൽ അങ്ങോട്ട് 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളാണ് നടപ്പാക്കപ്പെടുക. ആ ശുപാർശ സമർപ്പിക്കാനായിട്ട് 16ാം ധനകാര്യ കമ്മീഷൻ അവരുടെ പണി തുടങ്ങിയിട്ട് കുറേ നാളായി. സംസ്ഥാനങ്ങളുമായിട്ട് സംസാരിച്ചു, എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് സംസാരിച്ചു. ഏത് മാനദണ്ഡ പ്രകാരമായിരിക്കണം നികുതി, അതായത് നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം മാത്രം പിരിക്കുന്നതല്ലോ. വിവിധ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ കൊടുക്കുന്ന നികുതിയാണല്ലോ കേന്ദ്രം ഇങ്ങനെ വിഭജിച്ചു കൊടുക്കുന്നത്. അത് ഏത് അടിസ്ഥാനത്തിൽ വിഭജിക്കണം എന്നുള്ളതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു. അന്ന് എല്ലാ മാനദണ്ഡങ്ങളിൽ കേരളം ഇംപ്രൂവ് ചെയ്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇപ്പൊ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, ഫോറസ്റ്റിന്റെ കവറേജ് വരെ ഇതിലൊരു മാനദണ്ഡമാണ്. ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളിൽ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളം ഇംപ്രൂവ് ചെയ്തു. സ്വാഭാവികമായും അത് തിരിച്ചു കിട്ടുന്നു. അത്രേ ഉള്ളൂ. അതിനപ്പുറം വേറെ യാതൊരു കാര്യവും സെൻട്രൽ ഗവൺമെന്റ് ഇതിൽ ചെയ്യാറില്ല. സെൻട്രൽ ഗവൺമെന്റ് ആകെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബജറ്റിൽ രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കേരളത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനൊരു കണക്ക് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ബജറ്റിൽ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ബജറ്റിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറം വേറെ യാതൊരു സംഗതിയില്ല. അത് മാത്രമല്ല, ഈ ഇപ്പോൾ 1.92 ആയിരുന്നു 15ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന് കേന്ദ്ര നികുതി വിഹിതത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന എന്താ പറയുക ഘടകം എന്ന് പറയുന്നത്. അതായത് 100 രൂപ കിട്ടിയാൽ കേന്ദ്രത്തിന് കിട്ടിയാൽ 1 രൂപ 92 പൈസ കേരളത്തിന് കിട്ടും. ഇതായിരുന്നു അവസ്ഥ. ഇത് അതിപ്പോ 2.58 രൂപയായിട്ട് കൂടും. ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. അതിന് മാത്രം വലിയ തുകയൊന്നും സംഭവിക്കുന്നില്ല. ഇത് നമ്മൾ ഇൻ ടേംസ് ഓഫ് ക്രോർസ് ആക്കുമ്പോൾ ഏതാണ്ട് ഒരു 12,000 കോടി രൂപ ഒരു വർഷം അധികം കേരളത്തിന് അടുത്ത 5 വർഷത്തേക്ക് അത് കിട്ടും. അടുത്ത വർഷം, അടുത്ത സാമ്പത്തിക വർഷം നികുതി വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിഹിതം കേന്ദ്രത്തിന് കിട്ടും. ഇത് നൽകുമ്പോൾ കേന്ദ്രം ചെയ്ത വേറൊരു പണിയുണ്ട്. കേന്ദ്രം എല്ലാ ഗ്രാൻറ്റുകളും, അതും 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയാണ്, സകല ഗ്രാൻറ്റുകളും വെട്ടിക്കുറച്ചു, അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാൻഡ് അല്ലാതെ ഇനി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ഗ്രാൻഡും കിട്ടില്ല. കഴിഞ്ഞ 5 വർഷം റവന്യൂ ഡെഫിസിറ്റ്, അതായത് റവന്യൂ കമ്മി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിരുന്നു. അതിന് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ വിവിധ പദ്ധതി, ആരോഗ്യ വകുപ്പ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളെ കണക്കാക്കി അതിനൊരു ഗ്രാൻഡ് കേരളത്തിന് കഴിഞ്ഞ 5 വർഷം കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നു. 5 വർഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക ടേം കണക്കാക്കി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് കാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്ന പല ഗ്രാൻറ്റുകളും 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇല്ലാതാക്കിയിട്ടുണ്ട്. പദ്ധതി വിഹിതങ്ങൾ തന്നെ നേരത്തെ 40% സ്റ്റേറ്റും 60% കേന്ദ്രവുമായിരുന്നത് നേരെ തിരിച്ച് 60% കേരളവും അല്ലെങ്കിൽ സ്റ്റേറ്റും 40% കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിൽ സംസ്ഥാനങ്ങളെ കേന്ദ്രം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് വെട്ടിക്കുറയ്ക്കുന്നത്, ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഗ്രാൻഡ് വെട്ടിക്കുറയ്ക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജൽ ജീവൻ മിഷൻ, അതിന് ഗ്രാൻഡ് ഉണ്ടായിരുന്നു. അടുത്ത വർഷം മുതൽ ആ ഗ്രാൻഡ് കേരളത്തിന് കിട്ടില്ല. മാത്രമല്ല, ഈ ഗ്രാൻഡുകളെ മുൻനിർത്തിയാണ് കേരളം ബജറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 21,000 കോടി രൂപ ഗ്രാൻഡ് വഴി കിട്ടുമെന്ന അസംഷന്റെ പുറത്തു കൂടിയാണ് ബജറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ ബജറ്റ് പോലും തിരുത്തേണ്ടി വരും എന്ന അവസ്ഥ വന്നു ചേർന്നു. അതെ, തിരുത്തേണ്ടി വരും. അതായത് 21,000 കോടി രൂപ പ്രതീക്ഷിച്ചെടുത്ത് ഈ നികുതി വിഹിതത്തിൽ നിന്ന് അധികം കിട്ടുന്ന 12,000 കോടി കുറച്ചാൽ ഏതാണ്ട് ഒരു 10,000 കോടി രൂപ ഒന്നുമില്ലെങ്കിൽ അധികമായി കേരളം കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ അത് വെട്ടിക്കുറയ്ക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. പിന്നെ പറയുന്ന വാദം, BJP നേതാക്കൾ പറയുന്ന കാര്യം, കേന്ദ്ര സർക്കാർ ഒരുപാട് സ്കീമുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സ്കീമുകളൊക്കെ നേടിയെടുക്കാൻ കേരളം ശ്രമിക്കണം എന്നുള്ളതാണ്. അതിൽ ഈ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പല പ്രൊജക്റ്റുകളും പ്രഖ്യാപിക്കുമ്പോൾ അവർ ഇത് ചലഞ്ച് റൂട്ടിലാണ് എന്ന് പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഇത് എന്താ ചലഞ്ച് റൂട്ട് എന്ന് മനസ്സിലാവില്ല. അതായത് കേന്ദ്രം ഇങ്ങനെ ഒരു പദ്ധതിയെ ആവിഷ്കരിക്കുന്നു, നിങ്ങൾക്കത് നേടിയെടുക്കണമെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കണം, അതിനുള്ള ഭൂമി കണ്ടെത്തണം, അത് ഏറ്റെടുത്ത് കൊടുക്കണം. അങ്ങനെയുള്ള എല്ലാ സംഗതികളും പൂർത്തീകരിച്ച് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റീഷനാണ്.
അതായത് ഇപ്പോൾ 29 സംസ്ഥാനങ്ങളുടെ 29 സംസ്ഥാനവും സമർപ്പിച്ച പദ്ധതികൾ മത്സരിച്ചിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 5 സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് നൽകാം എന്നുള്ളതാണ് വാഗ്ദാനം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തെ സംബന്ധിച്ച് കർണാടകത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നവർ കേരളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല. മധ്യപ്രദേശിൽ ഭൂമി ഏറ്റെടുക്കുന്നവർ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല. ഗുജറാത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നവർ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസഡ്വാൻറ്റേജ് സ്റ്റാറ്റസ് ഉള്ള സ്റ്റേറ്റ് ആണ് സത്യം പറഞ്ഞാൽ ഭൂമിയുടെ അപ്പൊ ഈ കാര്യത്തിൽ ചലഞ്ചിൽ പരാജയപ്പെട്ടു പോകാം. മത്സരത്തിൽ പരാജയപ്പെട്ടു പോകാം. നമുക്ക് ഭൂമി ഏറ്റെടുക്കാതെ നമുക്ക് പ്രോജക്റ്റ് വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഭൂമി എവിടെയാണെന്ന് കണ്ടുപിടിക്കാതെ നമുക്ക് പ്രോജക്റ്റ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല അപ്പോൾ ഈ ചലഞ്ച് റൂട്ട് വഴിയുള്ള പദ്ധതികൾ കേരളം നേടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത് സത്യം പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു ഒരു സജഷൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിലുള്ള എന്തെങ്കിലും കാര്യം കേരളത്തിന് കിട്ടും എന്നാരും പ്രതീക്ഷിക്കുന്ന ഈ അർത്ഥമുണ്ടെന്ന് ഞാൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചർച്ചയാവേണ്ടത് ഫെഡറലിസവുമായി ബന്ധപ്പെട്ട ഈ മാതിരി പ്രശ്നങ്ങളാണ്. പക്ഷെ അത് ആ വിധം വലിയൊരു ചർച്ചയായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇനിയും കടന്നു വന്നിട്ടില്ല. ഈ ബജറ്റിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിലുള്ള മീൻസ് വാർത്താ സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും അല്ലാതെ അതിനപ്പുറത്തേക്ക് ഫെഡറലിസം തുരങ്കം വെക്കപ്പെടുന്നു, അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം പ്രതിപക്ഷ സംസ്ഥാനങ്ങളായിത്തീരുന്നു എന്ന മട്ടിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് കേരളം ഇനിയും കടന്നു വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അതെ, അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ലാർജർ പൊളിറ്റിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഒരു ഒരു ഫെഡറൽ സിസ്റ്റം മനസ്സിലാക്കിക്കൊണ്ട് ഗവേൺ ചെയ്യുന്ന ഒരു യൂണിയൻ ഗവൺമെന്റ് ഇല്ല എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അത് റേസ് ചെയ്യപ്പെടുന്നില്ല. അതിപ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളോടും ഏതാണ്ട് ഇതേ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് അവർ കരുതുന്ന സംസ്ഥാനങ്ങളെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് പല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു സംസ്ഥാനങ്ങൾക്കും അർഹമായ വിഹിതം കൊടുക്കാനോ അർഹമായ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. അതൊരു ഫെഡറൽ സിസ്റ്റത്തിൽ യൂണിയൻ ഗവൺമെന്റ് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു പൊളിറ്റിക്കൽ കുറച്ചുകൂടെ വിശാലമായൊരു ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഇടതുമുന്നണിയോ ഐക്യമുന്നണിയോ ശ്രമിക്കുന്നില്ല. അവരിപ്പോൾ ബജറ്റിൻ്റെ കാര്യത്തിൽ സംസാരിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ ബജറ്റിൻ്റെ കാര്യത്തിൽ സംസാരിച്ച ഇന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്കുമായിട്ട് സംസാരിച്ചിരുന്നു. തോമസ് ഐസക്കിനോടാണ് ഞാൻ ചോദിച്ചത്, ഈ ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡിന് ഒരു ബജറ്റിലെ ഒരു പ്രഖ്യാപനമായി എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്ന് ഞാൻ തോമസ് ഐസക്കിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ്റെത് ഒരു അവാർഡാണ്, അല്ലാതെ ബജറ്റിൽ നൽകുന്ന ഒരു ഔദാര്യമല്ല. ആ അവാർഡ് അക്കൗണ്ട് ചെയ്യുക എന്നുള്ള പണി മാത്രമേ ബജറ്റിനുള്ളൂ. അത് അക്കൗണ്ട് ചെയ്യാതെ ഒരു സംസ്ഥാനത്തിനും കൊടുക്കാൻ പറ്റില്ല. അത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നു. മാത്രമല്ല, ഇതുപോലും സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി സമാഹരിക്കുന്ന നികുതിയുടെ ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഈ ഫിനാൻസ് കമ്മീഷനോട് വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കർണാടക അടക്കമുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടത് മൊത്തം പിരിക്കുന്ന നികുതി വിഹിതത്തിൻ്റെ 50% സ്റ്റേറ്റുകൾക്കായിട്ട് വീതിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു ഈ ഫിനാൻസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. അതുപോലും ഫിനാൻസ് കമ്മീഷൻ അംഗീകരിച്ചില്ല. അവർ 50% അംഗീകരിക്കാതെ 15ാം ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച 41% തന്നെ തുടരുകയാണ് ചെയ്തത്. അതിൽ 1% പോലും കൂട്ടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അതായത് ആകെ സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെ പിരിക്കുന്ന നികുതി വരുമാനത്തിൻ്റെ 49% കേന്ദ്ര സർക്കാരിൻ്റെ ട്രഷറിയിലേക്കാണ് പോകുന്നത്. ആ 49% ചെലവ് ചെയ്യുമ്പോഴാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് ഗ്രാൻഡ് ഒന്നും തരില്ല എന്ന് പറയുന്നത്. ഈ 41% ഈ 10-29 സംസ്ഥാനങ്ങൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോഴാണ് കേരളത്തിന് ഈ 2.58% കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം, ഇതാണ് ഒരു ഫെഡറൽ സിസ്റ്റത്തെ തകർക്കുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ പെരുമാറുന്നതിൻ്റെ ഒരു യഥാർത്ഥ മുഖം. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളുടെ ഭൂപടത്തിൽ കേരളം എന്ന സംസ്ഥാനമില്ലേ എന്ന രാഷ്ട്രീയമായൊരു ചോദ്യം മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു. അതെ, എന്നാൽ കേരളം ഇതുവരെ നേടിയെടുത്ത സാമൂഹിക വികസന ഇൻഡെക്സ് അതിനെ നിലനിർത്താനെങ്കിലും പോകുന്ന സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന വലിയ രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. പതിവിന് വിരുദ്ധമായി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മാധ്യമങ്ങൾ ഇത്തവണ ഈ കാര്യം കുറെ കൂടി ഒരു ട്രോൾ രൂപത്തിലാണെങ്കിലും
കുറെ കൂടി ഗൗരവമായി ഉന്നയിച്ചിരിക്കുന്നു. ഇതിൻ്റെ ബ്ലെയിം കേരള സംസ്ഥാനത്തിന് മേലേക്ക് വെക്കാതെ അതിൻ്റെ യഥാർത്ഥ ബ്ലെയിം കേന്ദ്രത്തിലേക്ക് തന്നെ തിരിച്ചു വെക്കുന്ന ഒരു സമീപനം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നത് ഈ ഈ ഈ ഒരു സന്ദർഭത്തിൽ മാത്രം ഉണ്ടായ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. റൈറ്റ്. അതായിരിക്കും ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാല യൂണിയൻ ബജറ്റുകൾ കഴിഞ്ഞിട്ടുള്ള എല്ലാ ദിവസവും പിറ്റേ ദിവസത്തെ പത്രങ്ങളെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ കേരളത്തിന് നിരാശ മാത്രം എന്നൊക്കെയുള്ള പല തലക്കെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ബജറ്റിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ബഷീർ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം യൂണിയൻ ഗവൺമെൻറ്റിനാണ്. യൂണിയൻ ഗവൺമെൻറ് ഒരു ഫെഡറൽ സിസ്റ്റത്തിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കൂടി ഫലമാണ് ഈ അവഗണന എന്ന് സൂചിപ്പിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായിരിക്കും ഈ ബജറ്റിന് ശേഷം കേരളത്തിലെ BJP നേതാക്കൾ പറഞ്ഞ നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ്. ബജറ്റിൻ്റെ ചർച്ചയ്ക്ക് ശേഷമുള്ള മറുപടി പ്രസംഗത്തിൽ ചിലതൊക്കെ വരും എന്നുള്ള പ്രത്യാശയും ചിലർ പ്രകടിപ്പിക്കുന്ന കണ്ടു. നമുക്ക് കാത്തിരിക്കാം. ബജറ്റിൻ്റെ മറുപടി പ്രസംഗത്തിൽ നിർമ്മലാ സീതാരാമൻ കേരളത്തിന് വേണ്ടി മാത്രം എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ എന്ന്. സാധാരണ നിലയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള BJP സർക്കാരിൻ്റെ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ബജറ്റുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബജറ്റ് ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത് നമ്മുടെ ഓർമ്മയിലില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷ അക്കാര്യത്തിൽ വേണം എന്ന് തോന്നുന്നുമില്ല. ഇവൻ്റെ സ്റ്റോറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.